കുക്കുംബർ ചെയ്തായിരുന്നോ? എന്താണ് കേട്ടില്ല. വീഡിയോ നോക്കി എത്രയും ചെയ്തായിരുന്നു. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്യും, നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അമൃത കംപ്ലീറ്റ് ചെയ്തായിരുന്നു കുക്കുംബർ? ബാക്കി കുക്കുംബറിന്റെ ഞാൻ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കാം. അതിനകത്ത് സ്റ്റെപ്പ് ഡെഫിനിഷൻസ് ജസ്റ്റ് കോപ്പി ചെയ്തിടാനല്ലേ പറഞ്ഞു. കോപ്പി ചെയ്ത് നമ്മുടെ ഓൾറെഡി ഉള്ള ഫയലിൽ കോപ്പി ചെയ്ത് ഇടാം. ഏത് വരെ ചെയ്തു? നമ്മൾ അതെല്ലാം കോപ്പി ചെയ്തിട്ടു. പിന്നെ അത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റെപ്സ് ചെയ്യാനായിട്ട്. ഞാൻ ഡെന്നിന്റെ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, നോക്കാം. 5 ചെയ്തത്, സോറി, ലിജ ചെയ്തത് നോക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബാക്കി ചെയ്യാനുണ്ടല്ലേ? ഇതിനകത്ത് ഏതാ ചെയ്തേക്കുന്നത്? തന്നെ വരെ ചെയ്തു, ചെക്കൗട്ട് വരെ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് അടുത്ത പേജ്, വെരിഫൈ സ്ട്രിങ് ഈസ് ഇൻ ദ കാർട്ട്. ഈ ഒരു ഇതന്നെയല്ലേ ചെയ്യാനുള്ള, കാർട്ടിനകത്ത് ഈ പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷന്റെ അവിടെ സ്ട്രിങ് എന്നുള്ളത് മാറ്റിയിട്ട് പ്രൊഡക്റ്റ് എന്നുള്ള നെയിം കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നെയിം എന്താണോ അവിടെ കൊടുത്തേക്കുന്നത്, പ്രൊഡക്റ്റ് നെയിമെന്നോ പ്രൊഡക്റ്റെന്നോ, പ്രൊഡക്റ്റ് നെയിം എന്ന് കൊടുക്കുക. പ്രൊഡക്റ്റ് നെയിം. ഇനി ബാക്കി എന്ത് ചെയ്യുക? റിട്ടേൺ കളഞ്ഞിട്ട് നമ്മുടെ കോഡ് എടുക്കുക, സോഴ്സ് ഒറിജിനൽ കോഡ് എടുക്കുക. അതിനകത്ത് ഉണ്ടാവും. അതിനകത്ത് ഏതൊക്കെ വേണം? അതിനകത്ത് കാർട്ട് പേജിന്റെ ഇത് വേണം, ഒബ്ജക്റ്റ് വേണം. പിന്നെ എന്താ, നാവിഗേറ്റ് ടു കാർട്ട് വേണം, സെർച്ച് പ്രൊഡക്റ്റിന് കാർട്ട്, അത് ഓൾറെഡി ചെയ്തു. ഓക്കെ, വാലിഡേറ്റ് ആണ് വേണ്ടത് അല്ലേ? 34th ലൈനും ചെക്കൗട്ട് ചെയ്തായിരുന്നോ? ചെക്കൗട്ട് ചെയ്തില്ല. ഓക്കെ, അപ്പൊ ചെക്കൗട്ടിന്റെ ചെക്കൗട്ട് വേണം. ചെക്കൗട്ട് എന്ന് പറഞ്ഞ പേജിനകത്തേക്ക് പോകണം. വെയിറ്റ് ഫോർ സെലക്ടർ. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഇതെടുത്താണ്, ദെന്നെടുത്ത് ദെന്നിനകത്ത് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? എന്താണ് അമൃത പറഞ്ഞത്? കേട്ടില്ല. ഇതില് വെരിഫൈ ഓർഡർ നമുക്ക് അസിങ് ഫംഗ്ഷൻ എടുത്ത് ചെയ്യാൻ പറ്റും. അസിങ്കോ? ഇത് അസിങ്ക് ആക്കണം. ഈ ഫംഗ്ഷന് നമ്മളെല്ലാം അവൈറ്റ് അല്ലേ കൊടുത്തേക്കുന്നത്. ഓക്കെ, എല്ലാ ഫംഗ്ഷനും അസിങ്ക് ആക്കണത് ഞാൻ പറയാം ലാസ്റ്റ്. എല്ലാം കോഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനേക്ക് അസിങ്ക് ആക്കും. കാരണം ഇതിനകത്ത് എല്ലാം അവൈറ്റ് കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അവൈറ്റ് ആവുമ്പോൾ എന്ത് വേണം? ഫംഗ്ഷൻ എല്ലാം അസിങ്ക് ആയിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ ഏതൊക്കെ ഫംഗ്ഷനാണ് വേണ്ടത്? വെരിഫൈ പ്രൊഡക്റ്റ് ഇൻ ഡിസ്പ്ലേഡ് ഇൻ കാർട്ട്. അത് ഏത് ഫംഗ്ഷനിലാണ് ചെയ്തേക്കുന്നത്? നമ്മൾ ആ ഫംഗ്ഷനെ കോപ്പി ചെയ്തെടുക്കാം. വെരിഫൈ പ്രൊഡക്റ്റ് ഇൻ കാർട്ട്. ചെക്കൗട്ട് ക്ലിക്ക് ചെയ്തു. എൻ്റെ കസ്റ്റമർ ഡീറ്റെയിൽസ് അല്ല, വാലിഡേറ്റ് കാർട്ടും വാലിഡേറ്റ് കാർട്ട് അല്ല വേണ്ട ഇതിനകത്ത്. അതെടുക്കും എന്നിട്ട് പേസ്റ്റ് ചെയ്യും. അതെവിടെ പേസ്റ്റ് ചെയ്തോ? ദെന്നിനകത്ത്. ഓക്കെ, വാലിഡേറ്റ് കാർട്ട് എന്ന് പറയുമ്പോ മുകളിലും കൊടുത്തിട്ടുണ്ടല്ലോ. അത് മുകളിൽ അതിന്റെ ആവശ്യമുണ്ടോ നോക്കട്ടെ. മുകളിൽ ഏതാ ഫംഗ്ഷൻ? മുകളിനകത്ത് അത് വേണ്ട. അത് രണ്ടും വേണ്ട. ആ ചെക്കൗട്ട് വരെ അത് രണ്ടും കട്ട് ചെയ്ത് താഴത്തേക്ക് ഇട്ട്. ചെക്കൗട്ടും നമുക്ക് താഴെ മതിയായിരിക്കും. 29th ലൈനിലായിട്ട് ഇടാം.
ഓക്കെ, ഇനി എന്താ ഉള്ളത്? കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഇത്രേ ഉള്ളൂ? ഓക്കെ, അമൃതയുടെ കംപ്ലീറ്റ് ആയോ? എന്റെ എന്താ പറയാ ലാസ്റ്റ് ഉള്ളത് പോസിബിൾ ചെക്ക്ഔട്ട് വയ ഷോപ്പിംഗ് കാർട്ട് അതായിരുന്നു. ഓക്കെ, ഇതിനകത്ത് ഇനി ഇല്ലടാ ബാക്കി ഇതിനുള്ള ഫങ്ഷൻസ്. അതായത് നമ്മൾ ഇനി നമ്മുടെ ഈ പേജ് എടുത്ത് സ്റ്റെപ്പ് പേജ് അമൃതയ്ക്ക് ഏതാളുണ്ട്? വെരിഫൈ ഞാൻ ഇപ്പം വരെ ചെയ്തു. വെരിഫൈ കാർഡ്, then verify the string is displayed in the card, assign function name, product name. അതുവരെ ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ഡെഫിനിഷൻ എടുത്ത് സ്റ്റെപ്സ് എടുത്ത് ഇതിനകത്ത് ഇപ്പൊ ഇത് സ്റ്റെപ്സ് ഇതല്ല ഫീച്ചർ ഫയൽ എടുത്ത് ഫീച്ചർ ഫയൽ ഫീച്ചറിനകത്തുള്ള സോഴ്സ് ഡെമോ ഡോട്ട് ഫീച്ചർ ആ ഫയൽ എടുത്ത്. അല്ലല്ല, അതിന്റെ താഴത്ത് നമ്മൾ ഏതൊക്കെ കൊടുത്തേക്കുന്നേ നോക്കട്ടെ. ഇതെന്നു വരെ ഉള്ളൂ എന്ന് പറയണോ? നോക്കേ, താഴത്തെ ആള് അതല്ല, സോഴ്സ് ഡെമോ ഡോട്ട് ഫീച്ചേഴ്സ് അതന്നെ. ഇതിനകത്ത് ഇപ്പൊ ചെയ്തേക്കുന്ന ഈ ഒരു ദെന്ന് വരെ ഇനി രണ്ടുപേരും കൂടി ഉണ്ടല്ലോ, വെന്നുണ്ട് ദെന്നുണ്ട്. ഇപ്പൊ ഈ വെന്നിന്റെയും ദെന്നിന്റെയും ഒന്നില്ലെങ്കിൽ തനിയെ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഏകദേശം ഒരു സിന്റാക്സ് മനസ്സിലായില്ലേ എങ്ങനെയാ വേണ്ടതെന്നുള്ളത്. അപ്പൊ അതേപോലെ ടൈപ്പ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് തനിയെ ടൈപ്പ് ചെയ്യാം, നമുക്ക് അത് പറയണല്ലോ. അപ്പം ഈ ഒരു സാധനം മാത്രം കോപ്പി ചെയ്തെടുത്തേ. ഈ എൻ്റർ ഡീറ്റെയിൽ ആൻഡ് പ്ലേസ് ദ ഓർഡർ എന്നുള്ളത് മാത്രം. എൻ്റർ ഡീറ്റെയിൽ ആൻഡ് പ്ലേസ് ദ ഓർഡർ. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്റ്റെപ്പിനകത്തേക്ക് വരാം. എനിക്കൊന്നും അമൃതയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് ഓൾറെഡി റൺ ചെയ്തപ്പോൾ അത് വർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തതിനകത്ത് ദെന്ന് കഴിഞ്ഞിട്ട് വെൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്ത വെൻ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ആ ലൈൻ ദെൻ കഴിഞ്ഞിട്ട് ദെൻ എവിടെയാ കംപ്ലീറ്റ് ആവണേ? 32 ലൈനില്. ഓക്കെ, വെന്നില് W ക്യാപിറ്റലാണ്. ഓക്കെ, വെൻ എന്നിട്ട് പ്രൈസ് റൗണ്ട് പ്രൈസസിനകത്ത് സിംഗിൾ കോഡ്സിനകത്ത് ആ കോപ്പി ചെയ്ത സാധനം കൊടുക്കുക. ഓക്കെ, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പാസ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല, സ്ട്രിങ്ങോ കാര്യങ്ങളൊന്നും. വാലിഡേറ്റ് ഡീറ്റെയിൽസ് ആൻഡ് ഓക്കെ. എന്നിട്ട് കോമ ഇട്ട് വരിക, പുറത്ത് കോമ ഇടുക. ഫങ്ഷൻ റൗണ്ട് പ്രൈസസ് ഇതിനകത്തും നമ്മളൊന്നും സിമ്പിൾ ആയിട്ടാ ചെയ്തേക്കൊന്നും പാസ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് കേളി പ്രൈസസ് ഇട്ടേ. ഫങ്ഷൻ നെയിം കഴിഞ്ഞിട്ട് അതിനകത്ത് തന്നെ അവിടെയാണ് വരിക, പുറത്തല്ല, അതിന്റെ ഉള്ളിൽ തന്നെ കേളി പ്രൈസസ് ഇടുക. ഫങ്ഷന്റെ അതിന്റെ ഇവിടെ ഫങ്ഷൻ കഴിഞ്ഞ് ഫങ്ഷൻ പ്രൈസസ് ക്ലോസ് ചെയ്തതിന് അവിടെയല്ല, ഫങ്ഷൻ പ്രൈസസ് ക്ലോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോവാം, ഒരു സ്റ്റെപ്പ് പുറത്തേക്ക്. ഓക്കെ, അവിടെ തന്നെ. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെയാണ് എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, വാലിഡേറ്റ് ഡീറ്റെയിൽസ് ആൻഡ് പ്ലേസ് ദി ഓർഡർ. അതായത് ജസ്റ്റ് ആ ഡാറ്റ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അത് നമ്മുടെ അതിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത് ഒറിജിനൽ സോഴ്സ് ഡെമോ എന്ന് എടുക്കാം. ഫോം അല്ല, സിമ്പിൾ ആയിട്ടുള്ള സോഴ്സ് ഡെമോ ഇല്ലേ, ഫോം അല്ലാത്ത ആളെ എടുത്തേ. അതിനകത്തുനിന്ന് എവിടെയാ ഫോം ആയിരുന്നോ യൂസ് ചെയ്തോണ്ടിരുന്നത്? എന്നാ ഫോം തന്നെ എടുത്താൽ മതി. ഇത്ര നേരം ഏതാണോ യൂസ് ചെയ്തത് സെയിം അത് തന്നെ എടുത്താൽ മതിയേ. ഓക്കെ, അത് മതി. അപ്പൊ ഫോം എടുത്തു. ഇതിനകത്ത് ഇനി എന്താ ചെയ്യാനുള്ളത്? ഓക്കെ, ആ എൻ്റർ കസ്റ്റമർ കോഡും അത്രയും ഡീറ്റെയിൽസ് എടുത്ത് ഫിനിഷ് വരെ എടുക്കാം. കോപ്പി ചെയ്യാം. ഇതിനകത്ത് എന്തെങ്കിലും പാസ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിനകത്ത് ഇത്രയും ഡാറ്റ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മളുടെ സ്റ്റെപ്പ് ഡെഫിനിഷനും ഫീച്ചർ ഫയലിലും കുറച്ച് ചേഞ്ച് വരുത്താനുണ്ട്. ഫീച്ചർ ഫയൽ വരുമോ? എൻ്റർ വാലിഡേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നെയിം നമ്മൾ ആ ഡാറ്റ പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, എൻ്റർ വാലിഡേറ്റ് ഡീറ്റെയിൽസ്. എന്നിട്ട് കോഡ്സിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണെന്നുള്ളത് കോഡ്സിനകത്ത് സ്പേസ് ഇട്ട് പറഞ്ഞു കൊടുക്കാം. എന്തൊക്കെയാ? ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, പിന്നുണ്ട്, സിപ്പ് ഉണ്ട്.
ഓ ഇത് ഇത് നമ്മളവിടെ പറഞ്ഞിട്ടില്ല, നമ്മൾ ജസ്റ്റ് റഫായിട്ടൊന്ന് ചെയ്തതല്ലേ. അപ്പൊ ഇതും കൂടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് നമ്മുടെ ഫംഗ്ഷനിൽ ചെറിയ ചേഞ്ച് എടുത്തു. ഇനി ഫംഗ്ഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു, ദെന്നും എന്നൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്. ആദ്യത്തെ കേസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് റൺ ചെയ്തിട്ട് അതേപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി അത് ഇതേപോലെ എന്താക്കുക, ഇതിനകത്ത് സ്ട്രിങ് 1 സ്ട്രിങ് 2 എന്നാക്കി മാറ്റി കൊടുക്കുക നമ്മുടെ ഇതിനകത്ത്. ഓക്കെ, സ്ട്രിങ് 3 സ്ട്രിങ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ഡെഫിനിഷൻ വരിക, എന്നിട്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് ഇതേപോലെ 3 സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കുക. 3 സ്ട്രിങ് കോമിട്ട് 3 സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് കേളി ബ്രേസസിനകത്ത് ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് കേളി ബ്രേസസ് ഇട്ടിട്ട് സ്ട്രിങ് അതിന് 3 സ്ട്രിങ് എന്ന് പാസ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് എന്നുള്ള വേർഡ് എവിടെയാ വരുന്നത്? 33 ലൈനില് എൻ്റർ വാലിഡേറ്റ് ഡീറ്റെയിൽസ് അവിടെയല്ലേ നമ്മൾ അവിടെ. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് കേളി ബ്രേസസ് ഇടുക. കേളി ബ്രേസസിനകത്ത് സ്ട്രിങ് അങ്ങനെ 3 കേളി ബ്രേസസിനകത്ത് സെപ്പറേറ്റ് കൊടുക്കണേ. സ്ട്രിങ് കോമ അങ്ങനെയല്ല അവിടെ കൊടുത്തേ. സെയിം അത് തന്നെ വേണം. പുറത്ത് വന്ന് കോമയുടെ അടുത്ത് സ്ട്രിങ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ സ്ട്രിങ്ങിന്റെ നെയിം എന്തൊക്കെയാണ്? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സിപ്പ് കോഡ് എന്നുള്ളത് ഫംഗ്ഷനകത്ത് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയും മതി. ഇനി അടുത്തത് എന്താ ഉള്ളത്? വെന്ന് കഴിഞ്ഞിട്ട് ദെന്നും കൂടെ ഉണ്ട്. ദെന്നും ഇതുപോലെ തന്നെ ചെയ്യുമോ? ഫീച്ചർ ഫയൽ എടുക്കുക. അതിനകത്തല്ലേ ഉള്ളത്? ഫീച്ചർ ഫയൽ എടുക്കുക. അതിനകത്ത് എന്താ കൊടുത്തേക്കുന്നത്? വെരിഫൈ ഓർഡർ പ്രസന്റ് ഇൻ ദ ഹിസ്റ്ററി. ജസ്റ്റ് അത് കോപ്പി ചെയ്യാം. എന്നിട്ട് കോഡ്സ് ഫംഗ്ഷൻ പ്രത്യേകിച്ചൊന്നും പാസ് ചെയ്യാനില്ല. റൺ പ്രൈസസ് ഇടാം. എന്നിട്ട് കേളി പ്രൈസസ് ഇടാം. പ്രൊഡക്റ്റ് അതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് വെരിഫൈ ദ URL വെരിഫൈ മെസ്സേജ്. ഓക്കെ, ഈ കേക്ക് എന്ന് പറയുന്ന ആള് വേണ്ടേ നമുക്ക്? കേക്ക് എന്ന് പറയുന്നതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത് എടുക്കണം. അതുപോലെ മുകളിലാണെങ്കിൽ BB അതിന്റെ ഒബ്ജക്റ്റ് ഉള്ളത് എടുക്കണം. അതിന്റെ മുകളിൽ ഏതാ ഉള്ളത്? PP ഏതാ? അതിനൊക്കെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതും കൂടെ വേണം കേട്ടോ. ഇത് മാത്രം പോരാ, എല്ലാത്തിനും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതും കൂടെ വേണം. ഓക്കെ, ആ ഒരു മെയിൻ ഒബ്ജക്റ്റ് ഇല്ലേ? PP എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് പേജ് ആയിരിക്കാം, കേക്ക് എന്ന് പറഞ്ഞാൽ കാർഡ് പേജ് ആയിരിക്കാം. അപ്പൊ ഏതാണോ ആ പേജിന്റെ ഒബ്ജക്റ്റും കൂടെ ഇതിനകത്ത് കൊടുന്നിടുക. ഓക്കെ, നമ്മുടെ മെയിൻ ഇതെടുത്ത്. ഓക്കെ, മുകളിലായിരിക്കും ഉണ്ടാവുക. കണ്ടോ? ഗെറ്റ് വാലിഡേറ്റ് URL അതും കൂടെ വേണം, എന്നാലേ നമുക്ക് കേക്ക് കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ എവിടെയാണോ വേണ്ട ആ ഫംഗ്ഷനകത്ത് കൊണ്ടുവന്നിടുക. ഓക്കെ, വെന്നെ അതിനൊക്കെ അകത്ത് കൊണ്ടുവന്നിടുക. ഷെയർ ചെയ്യണം. നോക്കാം, ഇത് ലിജ് ചെയ്യോ? ബാക്കി കംപ്ലീറ്റ് ചെയ്യോ? ഓക്കെ, ഷെയർ ചെയ്ത്
ഞാൻ കാണാല്ലേ ഇതുവരെ നോക്കട്ടെ. ചെയ്തായിരുന്നു. പക്ഷെ വരുന്നേ ഉള്ളൂ. ഓക്കെ, തന്നെ ചെയ്തു, ആദ്യത്തെ തന്നെ ചെയ്തു. ഓക്കെ, പക്ഷെ ഇതിന്റെ അകത്ത് അതായത് ഇവിടുന്ന് നമ്മള് ഇവിടുത്തെ കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ ഇതിനകത്ത് ഒരു ഈ എക്സ്ട്രാ ബ്രേസസ് ഉണ്ട്. ഏതാ കേളി ബ്രേസസ് ഉണ്ട്, അത് ആദ്യം കളഞ്ഞ്. ആ 36 ലൈനിലുള്ള കേളി ബ്രേസസ് കളഞ്ഞ് 36-ല്. ഓക്കെ, ഇനി എന്താ ഇതെന്താ പ്രൊഡക്റ്റ്? വെരിഫൈ ദ സ്ട്രിങ് ഈസ് ഡിസ്പ്ലേഡ് ഇൻ ദ കാർട്ട്, അതായത് പ്രൊഡക്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ എടുത്ത് ഏതൊക്കെയാ N20 സ്പെക്കിനകത്ത്? പ്രൊഡക്റ്റ് സെർച്ച് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്തു. അങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്തിട്ടില്ലേ നമ്മള്? വെരിഫൈ ചെയ്തിട്ടില്ലേ? അങ്ങനെയല്ലടാ, അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്തവരാണ് ജസ്റ്റ് അത് കൊടുക്കുന്നത്. അതായത് രണ്ടും സെയിം തന്നെയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്ട്ലി ഇത് ഓക്കെ, അപ്പൊ നമ്മുടെ തെന്നിന്റെ കേസ് തന്നെ മാറ്റണം. ഓക്കെ, തെന്ന് മാറ്റിയിട്ട് ജസ്റ്റ് എന്ത് മാത്രം കൊടുക്കാം? നമ്മൾ ചെയ്തതായിരുന്നല്ലോ എല്ലാവരും ഒരേപോലെ. പ്രൊഡക്റ്റ് രണ്ടും സെയിം ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നില്ലേ? അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത പ്രൊഡക്റ്റും ഓക്കെ അത് ഫോമിനകത്തുണ്ടോ? ഇത് ഫോം തന്നെയല്ലേ? ഓക്കെ, നാവിഗേറ്റ് കാർട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും അവിടെ ഫങ്ഷൻസ് ചെയ്തിട്ടില്ല അമൃത. സോ അതിന് ആ ഒരു ദെൻ വേണ്ട നമുക്ക്, കാരണം അങ്ങനെ ഒരു ഫങ്ഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ ഫീച്ചർ ഫയലിനകത്തേക്കേ വരാം. ഫീച്ചർ ഫയലിനകത്തേക്ക് വന്നിട്ട് ആ ഒരു ഫീച്ചർ ഫയലിനകത്ത് വന്നിട്ട് വെരിഫൈ ആ ഒരു ഇത് വേണ്ട, ദെന്ന് വേണ്ട, ആ ഒരു ദെന്ന് വേണ്ട, അതെന്ന് വേണ്ട. ഏതാ അതല്ല, 11ാമത്തെ തന്നെയല്ലേ നമ്മൾ ചെയ്യാത്ത? അങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. സോ അത് വേണ്ട, അത് കളഞ്ഞേക്ക്. ഓക്കെ, പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാടാ. കുക്കുംബർ NPX എങ്ങനെയാ റൺ ചെയ്തത് നമ്മള്? ആ ഒരു 37 ലൈനിലുള്ള എക്സ്ട്രാ ബ്രേസസ് കളഞ്ഞേ, മൊത്തം കള. എന്നിട്ട് NPX കുക്കുംബർ -JX എന്ന് കൊടുക്കാം. ഇതല്ലേ ഞാൻ സേവ് ഓക്കെ, വന്ന് നോക്കട്ടെ. ഇമ്പോർട്ട് ഗിവൺ വെൽ തന്നെ ഇതിനകത്ത് എന്തോ ഇഷ്യൂ ആയിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെന്ന് കുഴപ്പമില്ല, യൂസ് ചെയ്തിട്ട് അത് കുഴപ്പമില്ല. ദെന്ന് നമ്മൾ ഇനി യൂസ് ചെയ്യണല്ലോ, നമ്മള് കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. Cannot use import statement outside the module. ആദ്യത്തെ ചെയ്തായിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെയ്തായിരുന്നോ? ഓക്കെ, നോക്കാട്ടെ. അതിനകത്ത് ഇനിയും ചെയ്യാനുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് വരാനേ പറഞ്ഞു. എന്താണ് അമൃത പറയുന്നത്? പകുതി എത്തുമ്പോ സ്റ്റെക്കായി പോവാ, കേൾക്കുന്നില്ല, ക്ലിയർ ആവില്ല. കുക്കുംബർ ഏതൊക്കെ സിനാരിയോയിലാ യൂസ് ചെയ്യാ? കുക്കുംബർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേടാ, BDD ആണ്, അത് ഫ്രെയിംവർക്ക് ആണ്. നമ്മളെ കുറച്ചും കൂടെ യൂസ്ഫുൾ, അതായത് ചിലതിനകത്ത് നമ്മളിപ്പോ വലിയ വലിയ ഓഫീസിലൊക്കെ എത്തുമ്പോ പറയും അവര്, നമ്മളിങ്ങനെ ഈ കുക്കുംബർ ആണ് BDD ആണ് യൂസ് ചെയ്യുന്നത്, കുക്കുംബർ BDD യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ BDD ഉണ്ടെങ്കിൽ അതാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയും. അപ്പൊ അതിനു വേണ്ടി ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി, കുക്കുംബർ എന്താണെന്ന് അറിയാനും അതിനകത്ത് എങ്ങനെയാ പ്രൊജക്റ്റ് ചെയ്യാൻ അറിയാനുമാണ് നമ്മൾ ജസ്റ്റ് അതിന്റെ
ഒരു പോർഷൻ നമ്മുടെ സിലബസിനകത്ത് ഉള്ളത് ജസ്റ്റ് എടുത്തു എന്ന് മാത്രം. അപ്പൊ ഇനി നിങ്ങൾക്ക് കുക്കുംബർ ചെയ്യാൻ പറഞ്ഞാൽ കുക്കുംബറിന്റെ ഒരു ഫീച്ചർ ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അതിന് സ്റ്റെപ്പ് ഡെഫിനിഷൻ ഗിവൺ വെൻ ദെൻ ജെർക്കിൻ ലാംഗ്വേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റും തനിയെ ഒരു കുക്കുംബർ വീഡിയോ. അതിനു വേണ്ടി ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇതിനകത്ത് വന്നേക്കുന്നത് ഇതിനകത്ത് ഗിവൺ വെൻ തന്നെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇതേ എറേഴ്സ് അതിനകത്തുള്ള എറേഴ്സ് നമുക്ക് നോക്കാം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് പോട്ടെ, അത് കുഴപ്പമില്ല. അതിന് മുന്നേ നമ്മുടെ കോഡ് എടുത്ത് സ്റ്റെപ്പ് ഡോട്ട് എടുത്ത് ഓക്കെ, അതാണ് ഇതുള്ളത്. അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേക്കുന്നത്? ആദ്യം ബ്രൗസർ പറഞ്ഞു കൊടുത്തു, പിന്നെ നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ്, ഓക്കെ, പേജ് ന്യൂ പേജ് എന്ന് പറഞ്ഞു കൊടുത്തു, ഓക്കെ, ദിസ് ഡോട്ട് PM എന്ന് പറഞ്ഞു കൊടുത്തു, ഓക്കെ, PM. അപ്പൊ നമ്മൾ ഈ PM യൂസ് ചെയ്യുന്നിടത്തൊക്കെ ഇനി ദിസ് ഡോട്ട് PM യൂസ് ചെയ്യണമെന്ന് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടേക്കാണോ PM യൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണോ ചെയ്തേക്കുന്നത് നോക്കൂ. PM എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ദിസ് ഡോട്ട്. 17ാമത്തെ ലൈനില് ദിസ് ഡോട്ട് PM എന്നാക്കൂ. 17ാമത്തെ ലൈൻ. ഓക്കെ, ഇനി എന്താണ് ഇതിനകത്ത്? സ്റ്റെപ്പല്ല, സോഴ്സ് ഫീച്ചർ ഫയൽ എടുത്തേണം. തന്നെ വാലിഡേറ്റ് കൊടുത്തു. സോഴ്സ് തന്നെ എടുത്ത് സ്റ്റെപ്പ് ഡോട്ട് JS എടുത്ത് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന കേസസ് രണ്ടാമത്തെ, ആദ്യത്തെ ചെക്ക് ചെയ്തു. രണ്ടാമത്തെ വെൻ എന്ന് പറയുന്നത് വെൻ ആഡ് സ്ട്രിങ് ടു ദ കാർട്ട്, എന്നിട്ട് അസിങ്ക് പ്രൊഡക്റ്റ് അസിങ്ക് എന്നാക്കിയടാ. ഇനി ജസ്റ്റ് ഇപ്പൊ ഇത് റൺ ചെയ്യിപ്പിക്കുന്നോണ്ടാണ് നമ്മൾ ഇതിനകത്ത് എല്ലാം അവൈറ്റ് കീവേഡാ യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇഷ്യൂ അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്ത് നമ്മൾ അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്തേക്കുന്നതാണ്. അവൈറ്റ് ആക്കണം ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത എല്ലാ ഫംഗ്ഷനും അസിങ്ക് എന്നാക്കിയിടുക. ഓക്കെ, എല്ലാ ഫംഗ്ഷനെയും അസിങ്ക് ആക്കുക. നമുക്ക് അറിയുന്നതാണ് അവൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അസിങ്ക് ആയിരിക്കണം ഫംഗ്ഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് അതേപോലെ കോപ്പി എല്ലായിടത്തും അസിങ്ക് ആക്കുക. എല്ലാ ഫംഗ്ഷനും അസിങ്ക് ആക്കുക. നമ്മൾ കാരണം അവൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആണെങ്കിലും അടുത്താണെങ്കിലും ജസ്റ്റ് അസിങ്ക് എന്നാക്കുക ഫംഗ്ഷൻ നെയിം. കഴിഞ്ഞോ? രണ്ടെണ്ണേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്തേക്കുന്ന? ആഡ് ടു കാർട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ദിസ് ഡോട്ട് പ്രൊഡക്റ്റ് നെയിം. ഇനി നമുക്ക് ദെൻ എടുക്കാം. ഓക്കെ, അടുത്ത ദെന്ന് നമുക്ക് തനിയെ ക്രിയേറ്റ് ചെയ്യാം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ദെൻ എടുത്ത് ഫീച്ചർ ഫയലിനകത്ത് എന്താ ദെന്ന് കൊടുത്തല്ല, ഫീച്ചർ ഫയലിനകത്ത് എന്താ കൊടുത്തേക്കുന്ന ദെന്നിന്? വെരിഫൈ ദ ഓർഡർ പ്രസന്റ് ഇൻ ദ കാർട്ട്. ജസ്റ്റ് അത് മാത്രം കോപ്പി ചെയ്ത് നമുക്ക് തനിയെ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് വെരിഫൈ പ്രൊഡക്റ്റ് അത് തനിയെ ക്രിയേറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. വെരിഫൈ പ്രൊഡക്റ്റ് പ്രസന്റ് ഇൻ ദ കാർട്ട് മാത്രമേ ഉള്ളൂ. നോക്കട്ടെ, ഒന്നും കൂടെ എടുത്ത്
അല്ലല്ലോ, ഒരു വെന്നും കൂടി ഉണ്ട്. ഓക്കെ, ഡെന്ന് ചെയ്തതിന് അല്ല സോറി 10ാമത്തെ വെന്നല്ലേ ചെയ്തേക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ദെന്നാക്കോ, അത് ചേഞ്ച് ചെയ്തിട്ട് വെന്ന് മാറ്റിയിട്ട് ദെന്നാക്കുക. കാരണം നമ്മൾ ഒരെണ്ണം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് അത് ദെന്നാക്കുക. ഓക്കെ, അടുത്ത ആള് അപ്പൊ അടുത്ത ആള് തന്നെ മതി, 2 ദെൻ. ഓക്കെ, അതങ്ങനെ തന്നെ മതി. അപ്പൊ ഇനി ഈ ആളെ എടുക്കുന്നത് 11ാമത്തെ ലൈനിലെ അത് മാത്രം കോപ്പി ചെയ്തെടുത്ത് എൻഡ് വാലിഡേറ്റ് ഡീറ്റെയിൽസ് മൊത്തം കോപ്പി ചെയ്യും. കോപ്പി ആയില്ല അത്. എന്നിട്ട് നമ്മുടെ ഫയലിനകത്തേക്ക് വരാം. ദെൻ എന്ന് ടൈപ്പ് ചെയ്തേ. എന്നിട്ട് ഗ്രൗണ്ട് പ്രൈസസിനകത്ത് കോഡ്സിനകത്ത് ഇപ്പൊ കോപ്പി ചെയ്തെടുത്ത ആളെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു കോമയിട്ട് ജസ്റ്റ് ഈ ഒരു ആദ്യത്തെ ചെയ്തോട്ടുണ്ടോന്ന് അറിയില്ല. നമ്മള് പ്രൊഡക്റ്റ് വാലിഡേറ്റ് ചെയ്തില്ലേ, അതിനകത്ത് നമ്മൾ ജസ്റ്റ് ആദ്യം ഫീച്ചർ ഫയൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെ, വാലിഡേറ്റ് ഓർഡർ ആൻഡ് പ്ലേസ് ദ ഡീറ്റെയിൽസ് എന്ന് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡാറ്റ ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. കോഡ്സിനകത്ത് ഫസ്റ്റ് നെയിം കോമ, ലാസ്റ്റ് നെയിം കോമ, പോസ്റ്റൽ കോഡ്, അത്രയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ആദ്യത്തെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അസിങ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെയിമോ കാര്യങ്ങളൊന്നും വേണ്ട. അസിങ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് റൗണ്ട് പ്രൈസസ് ഇട്ടിട്ട് ഇതേപോലെ സ്ട്രിങ് കോമയിട്ട് കൊടുക്കാം. സ്ട്രിങ് അല്ല, വാല്യൂ ഫസ്റ്റ് നെയിം കോമ, ലാസ്റ്റ് നെയിം കോമ, പോസ്റ്റൽ കോഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. പോസ്റ്റൽ കോഡ്. ഓക്കെ, കോമയിട്ട് അത്രയും കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് വരാം. അതിനകത്ത് എന്തൊക്കെയാ നമുക്ക് വേണ്ടേ? വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ഇതെടുത്ത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ബട്ടണിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിക്ക് ചെക്ക്ഔട്ട് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു, അതായത് ക്ലിക്ക് ചെക്ക്ഔട്ട് വേണം. പിന്നെ എന്തൊക്കെ വേണം? ഈ ചെക്ക്ഔട്ടിന് ഗെറ്റ് ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞ ഇതില്ലേ, മുകളിലേക്ക് വന്നേടാ, PMൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ചെക്ക്ഔട്ട് പേജിലൊന്നും ചെയ്തിട്ടില്ലേ? ചെക്ക്ഔട്ട് പേജ് എല്ലാം കാർഡ് പേജിനകത്ത് തന്നെ തോന്നുന്നു ചെയ്തേക്കുന്നത്. അപ്പൊ ആ കാർഡ് പേജിന്റെ ഒബ്ജക്റ്റ് എടുത്ത് 12ാമത്തെ ലൈൻ നമുക്ക് അത് വേണം. കാർഡ് പേജിനകത്താണ് എല്ലാം ചെയ്തേക്കുന്നത്. ചെക്ക്ഔട്ട് പേജ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാം? കാർഡ് പേജ് എടുക്കുക, കോപ്പി ചെയ്യാം, അത് കൊണ്ടുവന്നിടുക. ഓക്കെ, ഇനി നമുക്ക് ദിസ് ഡോട്ട് ആക്കുക. PM എന്നുള്ളത് ദിസ് ഡോട്ട് PM ആക്കുക. എന്നിട്ട് ഇതിനകത്ത് കാർഡ് പേജ് ഡോട്ട് നമ്മൾ എന്തൊക്കെയാ കൊടുത്തേക്കുന്നത് അതിനകത്ത് നമ്മുടെ ഫീച്ചർ ഫയൽ എടുക്കുക. ഫീച്ചർ അല്ല, സോറി, ഒറിജിനൽ ഡെമോ എഡിറ്റ്. ഓക്കെ, അതെടുത്ത് ഇനി സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് വന്നേ. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതിനകത്ത് ക്ലിക്ക് ചെക്ക്ഔട്ട് ഇത് മുന്നത്തേൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു 24ാമത്തെ ലൈനും 25ാമത്തെ ലൈനും കോപ്പി ചെയ്തിടും. ഓക്കെ, അതിനകത്ത് ഇനി എന്ത് ചെയ്യണം? ഡാറ്റ സെറ്റ് മാറ്റിയിട്ട് നോർമല് ലാസ്റ്റ് നെയിമിൽ പോസ്റ്റൽ കോഡ് അങ്ങനെ ആക്കാം. ഓക്കെ, അത്രയും ചെയ്യാം.
ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത തന്നെ എടുക്കുക, നമ്മുടെ ഫീച്ചർ ഫയൽ എടുക്കുക. അടുത്തത് ഇതേപോലെ കോപ്പി ചെയ്യാം. അതിനകത്ത് വെരിഫൈ ഓർഡർ പ്രസന്റ് ഇൻ ദ ഹിസ്റ്ററി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാ, എടുക്കുക, ദന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അടുത്തൊരു ദന്ന് ക്രിയേറ്റ് ചെയ്യാം. Then റൗണ്ട് പ്രൈസസ് ഇടുക, എന്നിട്ട് കോപ്പി ചെയ്തിടാം. ഓക്കെ, അതൊറ്റ ലൈനിലേക്ക് മാറ്റിയിടാം. അതൊറ്റ ലൈനിലേക്ക് മാറ്റിയിടാം. ഓക്കെ, എന്നിട്ട് കോമ ഇടുക. കോമ ഇട്ടതിന് ശേഷം ഒരു അസിങ് ഫംഗ്ഷൻ കൊടുക്കുക. അസിങ്. ഓക്കെ, ജസ്റ്റ് ഫംഗ്ഷൻ മാത്രം മതി. ഇതിനകത്ത് പാരാമീറ്റർ ഒന്നും കൊടുക്കാനില്ല. ജസ്റ്റ് അസിങ് ഫംഗ്ഷൻ. ഒന്നുമില്ലല്ലോ, പാസ് ചെയ്ത് കൊടുക്കാൻ ഒന്നുമില്ല. അത് കളഞ്ഞേക്കും, പാരാമീറ്റേഴ്സ് കളഞ്ഞേക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനകത്ത് എന്തൊക്കെയാ ചെയ്തേക്കുന്നത്? ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു നമ്മുടെ. അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതായത് ഓർഡർ പ്രസന്റ് ഇൻ ദ കാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള്, എനിക്ക് തോന്നുന്നു ഫിനിഷ് ഓർഡർ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് താഴെ വന്ന് നമ്മളിത് കുറച്ചേ ചെയ്തിട്ടുള്ളൂ. അതായത് ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടെ ഒരു ഫംഗ്ഷനിലാക്കിയിട്ട് പേജിന്റെ എണ്ണം കുറച്ചേ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്ത ഫിനിഷ് ഓർഡറിന് ഹോവർ ചെയ്ത് ഈ സെലക്ഷൻ മാറ്റി. ഓക്കെ, എന്നിട്ട് റൈറ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് അതിന് ജസ്റ്റ് കൺട്രോൾ ക്ലിക്ക് ഫിനിഷ് ഓർഡറിന്. കമാൻഡ് ക്ലിക്ക് ഇല്ലേ, മാക് അല്ലേ, ഇതിനകത്ത് ജസ്റ്റ് കമാൻഡ് ക്ലിക്ക് എന്ന് കൊടുത്ത്. ഓക്കെ, അത് തന്നെ ആ ഫംഗ്ഷനകത്തേക്ക് ജസ്റ്റ് നാവിഗേറ്റ് ചെയ്ത് പോവാനാ, വേറെ ഒന്നുമല്ല. ഒന്നും കൂടെ ക്ലിക്ക്. പോകുന്നില്ലേ ഇതിനകത്തേക്ക്? ശരി, ഒരു കാര്യം ചെയ്യാം. കാർഡ് പേജ് എടുത്ത് കാർഡ് പേജ് ഡോട്ട് JS പേജ് ഒബ്ജക്ട്സിനകത്ത് ഉണ്ടാവുക. കാർഡ് പേജ് ഡോട്ട് JS അല്ലടാ, പേജസ് ഉണ്ടാവില്ലേ പോം, അതിനകത്ത് സൈഡില് കാർട്ട് എടുത്ത്. ഓക്കെ, ഷോപ്പിംഗ് കാർട്ട് എന്നാ പേര്. അതിനകത്ത് ഫിനിഷ് ഓർഡർ ഫൈനൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ടല്ലോ. ഇതിനെ വിളിച്ചിട്ടില്ല അവിടെ. ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്, ഇതിന് അവിടെ കോൾ ചെയ്തിട്ടില്ല. അപ്പൊ ഈ മെത്തേഡാണ് വേണ്ടത് നമുക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിന് നമുക്ക് അവിടെ കോൾ ചെയ്യാം. ആദ്യം ഫൈനൽ വെരിഫിക്കേഷൻ എന്നോ. ആദ്യം നമ്മുടെ ഹോം പേജ് എടുത്തേ. ഈ പേജിനകത്ത് ലാസ്റ്റ് അവൈറ്റ് കാർഡ് പേജ് ഡോട്ട് ഫൈനൽ വെരിഫിക്കേഷൻ. ആ ഫംഗ്ഷനെ വിളിക്കാം, ഫൈനൽ വെരിഫിക്കേഷൻ. ഇതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വിളിച്ചിട്ടില്ല. ഓക്കെ, എത്രയേ ഉള്ളൂ. സേവ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മളുടെ ദന്നിനകത്തേക്ക്, നമ്മുടെ ഫീച്ചർ ഇതിനകത്തേക്ക് വന്നേ, സ്റ്റെപ്പ് ഫയലിനകത്തേക്ക് വന്നേ, സ്റ്റെപ്സിനകത്തേക്ക് വന്നേ. ഓക്കെ, ഇനി അതിനെ നമുക്ക് ഇവിടെ കോൾ ചെയ്യാം. അപ്പൊ അതിനെ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം? ആ കാർഡ് പേജ് വേണം. കാർഡ് പേജിന്റെ ഒബ്ജക്റ്റിനെ കട്ട് ചെയ്ത് ഇങ്ങോട്ടിട്ടെ മുകളിൽ നിന്ന് 34ാമത്തെ ലൈനിൽ നിന്ന് കോപ്പി ചെയ്താൽ മതി. ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യാം, താഴത്തേക്ക് പേസ്റ്റ് ചെയ്യാം. 39 പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത ഏതായിരുന്നു? എൻഡ് ടു എൻഡിൽ വന്നേ, എൻഡ് ടു എൻഡ് സ്പെക്കിൽ വന്നേ. ഓക്കെ, അത് കോപ്പി ചെയ്തിടാം. വെയിറ്റ് കാർഡ് പേജ് ഡോട്ട് ഫൈനൽ വെരിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത്രയും വരെ എല്ലാവരും ചെയ്തില്ലേ? ഇതാണ് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞത്. നമുക്ക് വേണ്ട ജസ്റ്റ് ആ സ്റ്റെപ്പ് ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫീച്ചർ ഫയലിനകത്ത് ജെർക്കിൻ മോഡലിൽ പറഞ്ഞു കൊടുത്ത, ജെർക്കിൻ ലാംഗ്വേജിൽ പറഞ്ഞു കൊടുത്തതിന് നമ്മളൊരു ഡെഫിനിഷനാണ് സ്റ്റെപ്പ് ഡോട്ട് JSനകത്ത് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനി ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഒന്നും കൂടെ സേവ് ചെയ്യുക, സേവ് ഓൾ കൊടുക്കുക, റൺ ചെയ്യിപ്പിക്കാം. npx playwright അല്ല npx npx സ്പേസ് cucumber -js അതല്ലേ ഉണ്ടായിരുന്നെ? npx. ഓക്കെ, കൊടുത്തേ. എററാണോ വന്നേക്കുന്നത്?
ഇതേപോലെ തന്നെയാണ് എല്ലാവർക്കും വന്നേക്കുന്നത്. ലിജി ആദ്യത്തെ റൺ ചെയ്തോ? അതെ, ഇതുപോലെ വന്നേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് സിൻടാക്സ് എറർ ആണ്. കനോട്ട് യൂസ് ഇമ്പോർട്ട് ഇൻ ഔട്ട്സൈഡ് ദ ബോഡി. താഴത്തേക്ക് സ്ക്രോൾ ചെയ്തേടാ, താഴെ എന്താ കാണിക്കുന്നത് നോക്കട്ടെ. ഓക്കെ, മതി, നോക്കാം. അതിനകത്ത് ഓക്കെ, നമ്മള് ഇതെടുത്തേടാ. ജാവാസ്ക്രിപ്റ്റിനകത്ത്, പ്ലേറൈറ്റിനകത്ത്, ഫീച്ചേഴ്സിനകത്ത്, സ്റ്റെപ്പ് ഡെഫിനേഷൻ, അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്സാ പറയുന്നത്. ഇമ്പോർട്ട് ചെയ്തതിനകത്തുള്ള സ്റ്റെപ്പാ. ഇമ്പോർട്ട് ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്തല്ലേ? ഇതിന് വല്ല ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടോ? അതായത് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതിനകത്ത് ഇമ്പോർട്ടിനകത്താണ് എറർ വന്നേക്കുന്നത്. കാനോട്ട് യൂസ് ഇമ്പോർട്ട് ഔട്ട്സൈഡ് ദ മോഡ്. നോക്കട്ടെ, ഇമ്പോർട്ട് കറക്റ്റ് അല്ലേ കൊടുത്തേക്കുന്നത് എന്നുള്ളത്. ഗിവൺ മെൻ ദെൻ ഓക്കെ ഫ്രം cucumber.js. ഇമ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ കോൺസ്റ്റ് യൂസ് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാതെ. കാനോട്ട് യൂസ് ഇമ്പോർട്ട് ഔട്ട്സൈഡ് മൊഡ്യൂൾ. നമുക്ക് മറ്റേ കോൺസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, കാനോട്ട് യൂസ് ഇമ്പോർട്ട് എന്നല്ലേ പറയുന്നത്. നമ്മൾ ഇമ്പോർട്ട് വർക്ക് ആവാത്ത സിറ്റുവേഷനിൽ റിക്വയർ കീവേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു JSന്റെ ഓൾഡ് JSഉം ന്യൂ വേർഷനുമാണ്. ഇത് നമ്മൾ ന്യൂ ആണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് സപ്പോർട്ട് ആവാത്ത കാരണം നമുക്ക് കോൺസ്റ്റ് എന്ന് പറഞ്ഞൊരു, കോൺസ്റ്റ് അല്ല റിക്വയർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജസ്റ്റ് ഈ ഫസ്റ്റ് ലൈനിലുള്ളത് കമന്റ് ചെയ്തിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് കമന്റ് ചെയ്തിടുക. ഇമ്പോർട്ട് എന്നുള്ളത് കമന്റ് ചെയ്തിടുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ വരാം. അല്ലെങ്കിൽ ഇതാണോ? അല്ല, ഇത് മാത്രം, ക്രോം മാത്രം തൽക്കാലം. ഇപ്പൊ ബാക്കി ഇഷ്യൂ വരികയാണെങ്കിൽ ബാക്കി നമുക്ക് ചേഞ്ച് ചെയ്യാം. ക്രോം അല്ല സോറി, ഗിവൺ ദെൻ വെൻ മാത്രം തൽക്കാലം മാറ്റാം. എന്നിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് വന്നേ. റിക്വയർ കീവേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നെക്സ്റ്റ് ലൈനിലേക്ക് വാ. അടുത്ത ലൈൻ. ഓക്കെ, റിക്വയർ കീവേഡ് വെച്ചിട്ട് എങ്ങനെയാ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. റിക്വയർ എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. റിക്വയർ അടിക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണ് പാത്ത് റൗണ്ട് ബ്രേസസ് ഇട്ട് കൊടുത്തേ. റൗണ്ട് ബ്രേസസിനകത്ത് കോഡ്സിനകത്ത് സിംഗിൾ കോഡ്സ് എടുത്തേ. സിംഗിൾ കോഡ്സ് ഇട്ട് കുക്കുംബർ /കുക്കുംബർ എന്നുള്ളത് എടുക്കുക. ആദ്യത്തെ ആള് ആണ് കുക്കുംബർ. ഗിവണും വെന്നും തന്നെ ഉള്ളത്. എന്നിട്ട് റിക്വയറിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വേർഡ് കൊടുത്ത് റിക്വയറിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഓക്കെ അവിടെ കോൺസ്റ്റ് ഇതേപോലെ ബ്രേസസിനകത്ത് ഗിവൺ വെൻ ദെൻ എന്നുള്ളത് കൊടുക്കാം. കേളി ബ്രേസസിനകത്ത് ഗിവൺ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണേ. ഗിവൺ കോമ വെൻ കോമ ദെൻ. എന്നിട്ട് കേളി ബ്രേസസ് എൻഡ് ചെയ്യാം. എന്നിട്ട് ഒരു ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. ഈക്വൽ. ഓക്കെ, ഇനി സേവ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്യോ. ഇതിനകത്ത് എന്താ വന്നേക്കുന്നത്? അടുത്തത് ക്രോം. ഇതെല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്യണത് ബുദ്ധിമുട്ട്. ഒരു കാര്യം വന്നേടാ, നമ്മുടെ package.json എടുത്തേ. package.json എടുത്തേ.
അതിനകത്ത് ടൈപ്പ് ഈ ടൈപ്പ് കോമൺ ജെഎസ് എന്നല്ലേ കിടക്കുന്നത്. ഈ ഒരു ഇതാണ് ഇഷ്യൂ. ഈ ടൈപ്പ് കോമൺ ജെഎസ് എന്ന് കിടക്കുന്നുണ്ടാ, അത് ചേഞ്ച് ചെയ്യുക, അത് മാറ്റുക. ടൈപ്പ് കോമൺ ജെഎസ് എന്നുള്ളത് മൊഡ്യൂൾ എന്നാക്കുവോ. ടൈപ്പ് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കുന്നുണ്ടല്ലോ, ഇതാണ് എടുക്കുന്നത്. കോമൺ ജെഎസ് ആയിട്ട് എടുക്കുക. ജസ്റ്റ് അത് മൊഡ്യൂൾ സ്മോൾ ലെറ്റർ മൊഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മുടെ ഫീച്ചർ ഫയൽ ഇതിനകത്തേക്ക് വന്നേ, സ്റ്റെപ്പിനകത്തേക്ക്. എന്നിട്ട് രണ്ടാമത്തെ ലൈൻ കമന്റ് ചെയ്തിട്ട് ആദ്യത്തെ ലൈൻ തന്നെ യൂസ് ചെയ്യാം നമുക്ക്. സ്റ്റെപ്പിനകത്തേക്ക് വന്ന് ആദ്യത്തെ ഇമ്പോർട്ട് തന്നെ യൂസ് ചെയ്യാം നമുക്ക്. കാരണം എല്ലാം ഇനി അപ്പൊ അതെല്ലാം മാറ്റേണ്ടി വരും. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്തേ. സേവ് ഓൾ കൊടുത്തോ, എന്നിട്ട് റൺ ചെയ്യാം. മൊഡ്യൂൾ നോട്ട് ഫോർ മാറ്റേണ്ടി വരും. ഇതിനകത്ത് ഏതാ കിട്ടാത്തെ? പേജ് മാനേജറിനാണോ കിട്ടാത്തെ? നോക്കാം. ബാക്കിയുള്ളവർക്ക് എന്താ വന്നേക്കുന്നത്? ബാക്കിയുള്ള ലിജി ആദിത്യന് റൺ ചെയ്തായിരുന്നോ? റൺ ചെയ്തായിരുന്നു. എന്താണ് ഇഷ്യൂ? റൺ ചെയ്തപ്പോ എന്താ വന്നേ? എനിക്ക് സ്റ്റിൽ മറ്റേ ഇമ്പോർട്ടന്റ് ഇഷ്യൂ വീണ്ടും വന്നു. ഇമ്പോർട്ടന്റ് ഇഷ്യൂ തന്നെ വന്നേക്കുന്നത്. ടൈപ്പ് കോമൺ ജെഎസ് മാറ്റിയപ്പോ മാറ്റിയായിരുന്നു. സേവ് ചെയ്തായിരുന്നു ആ ഫയല്? സേവ് ചെയ്തായിരുന്നു. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്, മാറിയിട്ടില്ലെങ്കിൽ അത് കോമൺ ജെഎസ് തന്നെ ആക്കുക. പാക്കേജ് ഡോട്ട് ജെഎസ്. സോറി, അതായത് ഇപ്പൊ റെഫറൻസ് എറർ എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നത്. Then is not defined എന്ന് പറഞ്ഞുകൊണ്ട്. Then is not defined. അത് ഇമ്പോർട്ട് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, then ഇമ്പോർട്ട് ആയിട്ടുണ്ടാവില്ല. ആദിത്യനോ? അത് ജസ്റ്റ് നമ്മളിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ ചെയ്തെന്ന് പറഞ്ഞ സാധനം തന്നെയാണ് നമ്മള് അമൃതയ്ക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം. ആള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? റൺ ചെയ്യിപ്പിച്ചു. അത് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നോക്കാം. എങ്ങനെ സോൾവ് ചെയ്ത് പോവാം നമുക്ക്. എനിക്ക് റിസൾട്ട് വന്നു. അത് തന്നെയാ നമ്മുടെ റിസൾട്ട്. നോക്കാട്ടോ, അത് അമൃതയുടെ ഇത് നോക്കട്ടെ. അമൃതയ്ക്ക് എന്താ ഇഷ്യൂ എന്നുള്ളത് നോക്കട്ടെ. പേജ് മാനേജറിനെയാ കാണാനില്ലാത്തത്. പേജ് മാനേജർ പേജ് മാനേജർ ഡോട്ട് ജെഎസ് അത് ഡോട്ട് ജെഎസ് കൊടുത്തിട്ടില്ലേ? അതാണ്. ഓക്കെ, ഇനി ഒന്ന് ജെഎസിലെ ജെ സ്മോൾ ലെറ്റർ ആണ്. ജസ്റ്റ് സേവ് ചെയ്ത് ഒന്നും കൂടെ റൺ ചെയ്ത്. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി എന്താ വന്നേക്കുന്നത്? ലോഗിൻ പേജ് സെയിം ഇതേപോലെ ഡോട്ട് ജെഎസിന്റെ ആയിരിക്കും. നോക്കിയേ, ലോഗിൻ പേജ് ഏതിനകത്താ വന്നേക്കുന്നത്? പേജ് ഒബ്ജക്ട് മോഡലിനകത്തുനിന്ന്. ലോഗിൻ പേജ് ഇവിടെ ആയിരിക്കും. നമ്മുടെ ഏതിനകത്താ ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്? ഫോം മാനേജറിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ടെസ്റ്റ് വേണ്ട. നമ്മൾ ഇതിനകത്ത് ഗിവൺ വെൻ തന്നെ അല്ലേ യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് വേണ്ട. ടെസ്റ്റ് എക്സ്പെക്ട് ഒന്നും ഇതിനകത്ത് വേണ്ട. യൂസർ ഓക്കെ. ഈ പേജ് ഒക്കെ ദിസ് ഡോട്ട് പേജ് ആക്കിയടാ. പേജ് അതായത് നമ്മൾ ദിസ് ഡോട്ട് പേജ് എന്ന് ആക്കിയിട്ടുണ്ടല്ലോ മുകളില്. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയൊക്കെ പേജ് യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ എന്താക്കണം? ദിസ് ഡോട്ട് പേജ് എന്നാക്കണം.
എല്ലായിടത്തും അങ്ങനെ അല്ലല്ലോ, എവിടെയോ ദിസ് ഡോട്ട് ഞാൻ കണ്ടില്ലല്ലോ. മുകളിൽ വന്ന് അതാ 15ാമത്തെ ലൈനില് പേജ് എവിടെയൊക്കെ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ദിസ് ഡോട്ട് നോക്കണം. പക്ഷെ ഇവിടെ ദിസ് ഡോട്ട് pm കൊടുത്തിട്ടൊന്നുമില്ല. പേജ് ആടാ, പേജ്. 15ാമത്തെ ലൈനില് പേജ് ഒബ്ജക്ട് മാനേജറിന്റെ പാരാമീറ്റർ ആയിട്ട് പേജ് പാസ് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതെ, അത് ദിസ് ഡോട്ട് പേജ് ആക്കണം. നമ്മൾ അങ്ങനെയല്ല ഡിഫൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഡോട്ട് ഇത് സേവ് ചെയ്ത് സേവോട് കൊടുക്കുക. ഒന്നും കൂടെ റൺ ചെയ്യാം. റൺ ചെയ്യോ? ഓക്കെ, സെയിം ആ വന്നേക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് പ്ലെയർ ആയിട്ട് ടെസ്റ്റിന്റെ ഉള്ളത് പേജ് ഒബ്ജക്ട്സ്. നമ്മുടെ ഇതിന്റെ സ്റ്റാർട്ടിങ് എടുത്തേടാ. നമ്മുടെ ലോഗിൻ പേജിലേക്ക് ഇമ്പോർട്ട് ചെയ്തത് എടുത്തേ. നമ്മുടെ എൻറ്റിറ്റി എൻഡ് സ്പെക് അതിനകത്ത് എടുത്ത് ഇതിനകത്ത് നമ്മൾ JS കൊടുത്തിട്ടുണ്ടല്ലോ, ലോഗിൻ പേജ് ഡോട്ട് JS. ഇതിന് അല്ല, ഫോം മാനേജറിലല്ലേ ഇത് ഇമ്പോർട്ട്. ഫോം മാനേജർ എടുത്ത് പേജ് മാനേജർ ഡോട്ട് JS ഇട്ട് കൊടുത്തേടാ. എക്സ്റ്റൻഷൻസ് ഇട്ട് കൊടുത്ത് സേവ് ചെയ്ത് സ്റ്റെപ്പ് ഡെഫിനിഷൻ എടുത്ത് സ്റ്റെപ്സ് എടുത്ത് നമ്മുടെ സ്റ്റെപ്സ് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് മെല്ലെ സ്ക്രോൾ ചെയ്ത് മെല്ലെ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് എന്തോ ഇഷ്യൂ ആ. ബാക്കിയെല്ലാം കറക്റ്റാ നമ്മൾ കൊടുത്തേക്കുന്നത്. ഒന്നും കൂടെ റൺ ചെയ്തേ. റൺ ചെയ്യോ? ലോവർ കേസ് തന്നെയല്ലേ കൊടുത്തേക്കുന്നത്. അല്ല, ഇതുപോലെ തന്നെയല്ലേ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തേക്ക. ഓക്കെ, വർക്കിംഗ് ആയിട്ടുണ്ട്. JS പേജ് ഇമ്പോർട്ടന്റ് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ, ഇനി ഇത് നോക്കാം. ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യലടാ, തനിയെ വരും അത്. മാനുവലി ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ക്ലിക്ക് ചെയ്യരുത്, അത് ഫില്ലാവണ്ടേ.
ഫില്ലായതിനു ശേഷം അത് തനിയെ വരും. ഫില്ലാവുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഓട്ടോമാറ്റിക് വിചാരിച്ചു പക്കായി പോയാന്ന് വിചാരിച്ചു ഞാൻ ഓക്കെ. ലിജയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ വന്നായിരുന്നോ? ഇല്ല, പക്ഷെ എനിക്ക് ഞാൻ പ്രോജക്ട് പേജ് ഇതില്ലേ മറ്റേ ഒബ്ജക്ട് മോഡ് പേജ് മാനേജർ ഇമ്പോർട്ട് ചെയ്തില്ലായിരുന്നു. അപ്പൊ ഇമ്പോർട്ട് ചെയ്തപ്പം എനിക്ക് ഇഷ്യൂ വന്നു. ഓക്കെ, നോക്കാം. എന്ത് ഇഷ്യൂ കാണിക്കുന്നേ? ഷെയർ ചെയ്യട്ടെ. ഇതിനകത്ത് അമൃത നോക്കുക. 1 ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ലേ? അതെന്താ ഫെയിൽ ആയേക്കുന്ന റീസൺ നോക്കുക കേട്ടോ. സോൾവ് ചെയ്യാൻ നോക്കുക എന്താന്നുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അത് സോൾവ് ചെയ്തിട്ട് വരണേ. എന്തെങ്കിലും കുക്കുംബർ ശരിയായിട്ടുണ്ട്, നമ്മൾ കൊടുത്ത ഫങ്ഷൻസിന്റെ എന്തോ ഇഷ്യൂ അത് നോക്കുക. ഇതിനകത്ത് എന്താണ് വന്നേക്കുന്നത്? എറർ കാനോട്ട് ഫൈൻഡ് മൊഡ്യൂള്, സ്റ്റെപ്പ് ഡെഫിനിഷൻ, ഇമ്പോർട്ട്. ഓക്കെ, അതെടുത്ത് .js കൊടുത്തേ. അതായിരുന്നു അമൃതയ്ക്ക് വന്ന ഇഷ്യൂ. .js. ഓക്കെ, സേവ് ചെയ്തേ. ഇനി റൺ ചെയ്തേ. ഇവിടെ സ്ട്രിങ് തന്നെ 1 2 3 കൊടുക്കണ്ടല്ലോ. വേണ്ട, അവിടെ ജസ്റ്റ് സ്ട്രിങ് ഈ 1 2 3 കൊടുക്കുക. ഇവിടെയാ ഫംഗ്ഷന്റെ അകത്ത് നമുക്ക് സിൻടാക്സ് ആയിട്ട് കിട്ടുമ്പോ നമ്മൾ വേരിയബിൾ നെയിം കൊടുത്തോണ്ട് അത് കുഴപ്പമില്ല. ഓക്കെ, സേവ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ വന്നേക്കുന്നത്? സ്റ്റെപ്പ് ഡെഫിനിഷൻ. കുക്കുംബർ കാനോട്ട് ഫൈൻഡ് മൊഡ്യൂള്, ഇമ്പോർട്ട് ഫ്രം ഫീച്ചർ ഡെഫിനിഷൻ ആകുന്നത്. step.jsനെയാ കിട്ടാത്ത ഡെഫിനിഷൻ. സ്റ്റെപ്പ് ഡെഫിനിഷൻ ആകത്തത് നമ്മുടെ സ്റ്റെപ്പ് ഫയൽ എടുത്തേടാ. ഇത് അത് തന്നെയല്ലേ സ്റ്റെപ്പ് ഫയൽ അല്ലേ? ഓക്കെ, അതിനകത്ത് എന്തൊക്കെയാ ചെയ്തേക്കുന്നത്? ഇമ്പോർട്ട് പേജ്. ഇതൊന്ന് എറർ ഒന്ന് സ്ക്രോൾ ചെയ്തേടാ. ഒന്ന് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തേ. ആ പേജ് കഴിഞ്ഞിട്ട് എന്താ വന്നേക്കുന്നത്? താഴത്തേക്ക് വന്ന് താഴെ വന്ന് താഴത്തേക്ക് വരും. ഓക്കെ, യൂസ് ഈ ഒബ്ജക്റ്റ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് ഫയലാണോടാ? സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുവോ? ഇതല്ലേ പേജ് ഒബ്ജക്റ്റ്. പേജ് ഒബ്ജക്റ്റിന്റെ സ്പെല്ലിംഗ്. ഫീച്ചേഴ്സിന് പേജ് ഒബ്ജക്റ്റിന്റെ പേജ് നോക്കട്ടെ. ഇമ്പോർട്ട് ചെയ്തെടുത്തേക്കുന്നത് നോക്കട്ടെ. പേജ് ഒബ്ജക്റ്റ് മോഡൽസ്. ഓക്കെ, സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. പി ക്യാപിറ്റൽ ആണ്, ഒ സ്മോൾ ലെറ്ററിലാണ്, എം സ്മോൾ ലെറ്ററിലാണ്. ഓക്കെ, അതിനകത്ത് പേജ് മാനേജർ അങ്ങനെ തന്നെയല്ലേ? അതെ. .js ഇമ്പോർട്ടന്റ് എന്തോ ഇഷ്യൂ ആണ്. ഇതിനകത്ത് എന്താ ഫീച്ചേഴ്സ് കാണിക്കുന്നത്? ഫീച്ചേഴ്സിനകത്താണോ ഫീച്ചേഴ്സ്? അതല്ല, നമ്മുടെ ഇത് കണ്ടോ URL ഡെസ്ക്ടോപ്പിനകത്ത് പ്ലെയറൈറ്റിനകത്ത് ഫീച്ചറിനകത്ത് പേജ് എന്ന് കാണിക്കുന്നത്. ഫീച്ചേഴ്സിനകത്തൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, അത് ആ ഇമ്പോർട്ടിന്റെ എന്തോ ഇഷ്യൂ ആണ്. നോക്കാം നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇമ്പോർട്ട് ചെയ്ത് എന്തോ ഒരു കുഞ്ഞ് ഇഷ്യൂ. നേരത്തെ അമൃതടയിൽ JS ഇടാൻ വിട്ടു പോയ പോലെ എന്തോ ഒരു കുഞ്ഞ് ഇഷ്യൂ. അതെന്താന്ന് നോക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ആദ്യത്തിന് എന്തായി? ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യണേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പൊ 10 സിനാരിയോസ് അല്ലേ ചെയ്യാൻ തന്നേക്കുന്നത്. അപ്പം ഈ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടാണോ? അത് ഓരോ ലോഗിന് വേണ്ടിയിട്ട്, ലോഗിൻ സിനാരിയോസിന് വേണ്ടിയിട്ട്, അതായത് 10 ടെസ്റ്റ് ഫയൽ അല്ല, ഓരോ സിനാരിയോസ് ഉണ്ടാവല്ലോ. ലോഗിൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ലോഗിൻ സ്പെക്ക്, സൈൻ ഇൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ 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 ക്രിയേറ്റ് ചെയ്യും. അപ്പൊ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ക്ലിയർ ആയില്ലടാ സൗണ്ട്? അല്ലല്ലോ, ഇപ്പൊ സൈനപ്പിനെ കുറച്ച് നമുക്ക് സിനാരിയോസ് വന്നിട്ടുണ്ടല്ലോ.
അപ്പൊ അത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ സൈൻ അപ്പ് ചെയ്യുക പിന്നെ ക്ലോസ് ചെയ്യുക ക്ലോസ് അത് സെപ്പറേറ്റ്, പിന്നെ വാലിഡ് ഇൻവാലിഡ് ഒക്കെ അവർക്ക് സെപ്പറേറ്റ്, അങ്ങനെ പിന്നെ തന്നെ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ എനിക്കൊരു ഡൗട്ട്, നമ്മളിപ്പോ ആണെങ്കിൽ ഈ ടെസ്റ്റിനുള്ളിലല്ല നമ്മൾ അന്ന് ചെയ്തത് ഈ ടെസ്റ്റിനുള്ളിൽ, അപ്പൊ നമുക്കൊരു പുതിയതായിട്ട് നമുക്ക് ഈ ഫോൾഡർ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഡെമോ പ്ലേസിന് വേണ്ടി പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡർ എന്നിട്ട് VS കോഡിൽ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് പ്ലേ റൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. സ്റ്റെപ്പ് ആദ്യം തൊട്ട് ചെയ്യാം. അപ്പോഴാണ് ഈ ടെസ്റ്റ് ഫോൾഡർ ഓട്ടോമാറ്റിക്കലി വരിക. ഓരോ പ്രൊജക്റ്റിനും പുതിയതായിട്ട് വരും. അതിനകത്ത് ടെസ്റ്റ് ഞാനത് ഇന്നലെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് പക്ഷെ അത് വർക്കായില്ല. അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഒരു ഫോൾഡർ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഡെസ്ക്ടോപ്പിലോ എവിടെയെങ്കിലും ഒരു ഇതിൽ തന്നെ ചെയ്യേണ്ടതാ. എല്ലാം കൂടെ ഇതായി പോകും. ഡെസ്ക്ടോപ്പില് ഫൈനൽ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഇതെടുത്ത് ഫയൽ എടുത്ത് ഡെസ്ക്ടോപ്പ് എടുക്കുക. VS കോഡ് തന്നെ എടുത്ത് ഫയൽ എടുത്ത് ഫയലില്ലേ മുകളിലെ അതല്ലടാ മുകളിലെ മുകളിലെ ഫയല് എഡിറ്റ്. ഓക്കെ, ഫയൽ എടുക്കാം. ഓപ്പൺ ഫോൾഡർ എടുത്ത് ജസ്റ്റ് അത് ഓപ്പൺ ഫോൾഡർ അല്ലേ, ഫയലില് ഓപ്പൺ ഫോൾഡർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ന്യൂ എന്ന് പറഞ്ഞ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അവിടെ കണ്ട മുകളിലെ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് മുകളിലുണ്ട്. ഓർഗനൈസറിന്റെ തൊട്ടപ്പുറത്ത് ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് എന്നിട്ട് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ കണ്ടോ, അതെടുക്കാം. ഫോൾഡർ എടുക്കാം. ആ പ്രൊജക്റ്റിന്റെ പേര് ഡെമോ പ്ലേസ് എന്നാണ്. ഡെമോ പ്ലേസ് എന്നോ അല്ലെങ്കിൽ ഫൈനൽ പ്രൊജക്ട് എന്താന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, ഫൈനൽ പ്രൊജക്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് സെലക്ട് ഫോൾഡർ കൊടുക്കുക. ആ ഫോൾഡർ സെലക്ട് താഴെ കണ്ടോ, സെലക്ട് ഫോൾഡർ കൊടുക്കുക. ആ ഫോൾഡർ ഇതിന് VS കോഡിനകത്ത് ഓപ്പൺ ചെയ്യാം. ഇതിൽ തന്നെ ചെയ്ത് കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്തേക്കാം. ഇനി നമുക്ക് പ്ലേ റൈറ്റ് ഒക്കെ ഇതിനകത്ത് ടെർമിനലിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ന്യൂ ടെർമിനൽ എടുക്കുക. ഇതിനകത്ത് ഒന്നുമില്ല. അപ്പൊ എന്ത് വേണം, ടെർമിനൽ എടുക്കണ്ട. ടെർമിനൽ എടുക്കാൻ വേണ്ടി എന്താ, ആ 3 ഡോട്ട് എടുക്കാം. 3 ഡോട്ട് എടുക്കാം. മുകളിലത്തെ 3 ഡോട്ട് എടുത്തേടാ. അതിനകത്ത് ടെർമിനൽ എടുക്കുക, ന്യൂ ടെർമിനൽ എടുക്കുക. ഇനി പ്ലേ റൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. NPX പ്ലെയർ ഇത് ക്ലോസ് ചെയ്ത് ഒന്നിലേക്ക് തനിയെ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ സൈറ്റിലുണ്ട് പ്ലേ റൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് NPS പ്ലേ റൈറ്റ് എഡിറ്റ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സൈറ്റിൽ പോയിട്ട് നോക്കാം. ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സൈറ്റിൽ നിന്ന് എടുത്താൽ മതി. നേരത്തെ പ്രോജക്റ്റ് കാണണമെങ്കിൽ ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. പ്ലേ റൈറ്റ് ഏതാണ് ഫോൾഡർ അത് കൊടുക്കുക, ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ആയി വരും. ഓക്കെ, അതിനകത്ത് പ്ലേ റൈറ്റ് ഇൻസ്റ്റാൾ ആയാൽ മാത്രമേ സൈഡിൽ ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ വരുള്ളൂ ഓട്ടോമാറ്റിക്കലി. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ബാക്കി നമുക്ക് നാളെ നോക്കാം. അമൃത ഇഷ്യൂസ് ഫങ്ഷൻസിന്റെ എന്തോ ഇഷ്യൂ ആണ്, കുക്കുംബർ വർക്ക് ആയിട്ട് അത് നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ശരി, നാളെ കാണാം. പ്രൊജക്ട് ചൊവ്വാഴ്ചക്ക് സബ്മിറ്റ് ചെയ്യണം. എല്ലാവരും ചൊവ്വാഴ്ചയാണ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലേ? ട്യൂസ്ഡേ. ഓക്കെ, അപ്പൊ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇത് സമയം കിട്ടില്ല. ഞാൻ ഒബ്ജക്ട് മോഡലും അത്രയും ക്ലിയർ ആയി, അതൊക്കെ സെറ്റ് ചെയ്ത്, പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ലടാ, വീക്കെൻഡ് ഉണ്ടല്ലോ, സാറ്റർഡേ സൺഡേ ഒക്കെ ഉണ്ടല്ലോ, ടൈം എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ട്യൂസ്ഡേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഡെമോ ആദ്യം വിളിച്ചിട്ടല്ലേ? ഞാനായിരിക്കും. അപ്പൊ ഡെമോ തരുമ്പോ ബേസിക്കലി നമ്മൾ എന്തൊക്കെയാ ചെയ്തോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാ. എന്തൊക്കെയാ ചെയ്തെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ഐഡിയ. ഓക്കേടാ, നാളെ കാണാം. ഓക്കെ, ബൈ.